ഹണി ട്രാപ്പ് ഭീഷണിയെ തുടർന്ന് യുവ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവുമടക്കം 4 പേർ അറസ്റ്റിലായി. ചുങ്കത്തറ പള്ളിക്കുത്ത് കാവാലംകോട് സ്വദേശിയും ഡൽഹിയിൽ വ്യവസായിയുമായിരുന്ന തോണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. രതീഷിന്റെ നാട്ടുകാരിയും സഹപാഠിയുമായ പള്ളിക്കുത്ത് ഇടപ്പലം സിന്ധു, ഭർത്താവ് ശ്രീരാജ്, സിന്ധുവിന്റെ ബന്ധുവായ കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ എന്ന മണിക്കുട്ടൻ, നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെയാണ് പോലീസ് ഇൻസ്പെക്ടർ ടി.വി. ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 5-ാം പ്രതി സാബു ഒളിവിലാണ്. ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനായ രതീഷ് കഴിഞ്ഞ ജൂൺ 11-നാണ് പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത്. തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും കൂടുതൽ പണം തട്ടിയെടുക്കാനും സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്നാണ് ഹണി ട്രാപ്പ് പദ്ധതി തയ്യാറാക്കിയത്. സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും സാബുവിനെയും കൂട്ടി. 2024 നവംബർ 1-ന് നാട്ടിലെത്തിയ രതീഷിനെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് സിന്ധു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. സിന്ധുവിന്റെ വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം നഗ്ന വീഡിയോകൾ പകർത്തി. ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു. വഴങ്ങാതായപ്പോൾ രതീഷിന്റെ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുക്കുകയും മാപ്പ് പറയാൻ നിർബന്ധിപ്പിച്ച് വിട്ടയക്കുകയും ചെയ്തു. തുടർന്ന് ഡൽഹിയിലേക്ക് പോയ രതീഷ് 2025 മെയ് മാസം സഹോദരന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന രതീഷ് ജൂൺ 11-ന് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്തു. വീഡിയോ കോടതിയിൽ ഹാജരാക്കും. SI S സതീഷ് കുമാർ, ASI P ഷീജ, SCPO V അനൂപ്, CPOമാരായ A സുദേവ്, രേഖ, നജുമുദ്ദീൻ, ഡാൻസാഫ് അംഗങ്ങളായ T നിബിൻദാസ്, നിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.